സോ അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത്, ഇതിൽ ഓരോന്നും ഓരോ തരത്തിലുള്ള ടെക്സ്റ്റ് ഉണ്ട് അവർക്ക്. അതായത് ഈ സാഖ്യ ഒരു ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്, യോഗ ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ന്യായയുടെ പുസ്തകങ്ങളുണ്ട്, പിന്നെ വൈശേഷിക, പിന്നെ മീമാംസ, ദെൻ വേദാന്ത, വേദാന്ത, പിന്നെ വരുന്നത് പൂർവ്വ ഉത്തര മീമാംസ, രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ എല്ലാം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ ടെക്സ്റ്റിന് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ടെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് എഴുതുമ്പോഴത്തേക്കും ജസ്റ്റ് സാഖ്യ കൂടെ സാഖ്യ സൂത്ര അപ്പം അതിന് യോഗ സൂത്ര. ഓക്കെ. സോ അപ്പോൾ ന്യായ സൂത്ര, വൈശേഷിക സൂത്ര, മീമാംസ സൂത്ര, വേദാന്ത സൂത്ര. അപ്പം നിങ്ങൾ ചിന്തിക്കും ഈ സൂത്ര കുറേ നേരം കൊണ്ട് സൂത്ര എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം? അപ്പം നമുക്ക് അതിന് വേറൊരു സംഭവം പഠിച്ചിട്ട് ഇതിലേക്ക് വരേണ്ട നിങ്ങൾക്ക് അത് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാക്കും. അതിന് മറ്റൊന്നുമല്ല, ഇപ്പം ഞാൻ ഈ ഫൗണ്ടേഴ്സിൻ്റെ ജസ്റ്റ് ഒന്ന് റബ് ചെയ്തോട്ടെ. സോ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ശ്രദ്ധിച്ച്, നമുക്ക് ഇതിനകത്ത് നമ്മളിത് പറയുന്നതിന് മുമ്പ് ഓരോ ഫിലോസഫിക്കലായിട്ടും അല്ലെങ്കിൽ ഓരോന്നും ഇവോൾവ് ചെയ്യുന്ന ചില കാലഘട്ടങ്ങളുണ്ട്, പീരീഡ്. ഓക്കെ. സോ ആ കാലഘട്ടങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഞാനിവിടെ ഈ സൂത്ര എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ പീരീഡ്സ് നമുക്ക് നോക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം, കാരണം ഈ ഒരു ക്വസ്റ്റ്യനും UGCയുടെ നെറ്റിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പീരീഡ്സ്, അതായത് ഇത് ഏത് കാലഘട്ടം, ഇത്ര ഇയർ മുതൽ ഇത്ര ഇയർ വരെ ഏത് കാലഘട്ടമാണെന്ന് അങ്ങനെയുള്ള ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടോട്ടലി 4 പീരീഡ്സ് ആണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ആദ്യം 4 പീരീഡ്സിൽ ആദ്യം പറയുന്നത് വേദിക് പീരീഡ്. ഓക്കെ, വേദ കാലഘട്ടം. നെക്സ്റ്റ് വരുന്നത് എപ്പിക്, എപ്പിക് പീരീഡ്. ഓക്കെ, വേദിക് പീരീഡ്, എപ്പിക് പീരീഡ്. നെക്സ്റ്റ് നമ്മൾ സൂത്ര. ഓക്കെ, സൂത്ര പീരീഡ്. പിന്നെ അടുത്തത് സ്കോളസ്റ്റിക് പീരീഡ്. മനസ്സിലായോ? സോ നോക്കിക്കേ, വേദ, ഇനി ഇത് ഞാൻ റബ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇത് മാത്രം മതി. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പീരീഡ്സിൻ്റെ കാര്യം നോക്കും. നമ്മൾ ഓൾറെഡി ഫിലോസഫി പറഞ്ഞു, ഓർത്തഡോക്സും ഹെറ്ററോഡോക്സിൻ്റെയും കാര്യം കഴിഞ്ഞു വിട്ടു. ഇനി നമുക്ക് അതിൽ ഓരോ ഡിഫറെൻറ്റ് പീരീഡ്സിൽ ഇത് ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. ഇനി നോക്കിക്കേ, നമ്മൾ മേജർലി മൊത്തത്തിൽ നമ്മളിതിനെ 4 പീരീഡ്സ്, 4 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വേദിക് പീരീഡ്, എപ്പിക് പീരീഡ്, സൂത്ര പീരീഡാണ് അത് വരണം, ദെൻ സ്കോളസ്റ്റിക് പീരീഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇയറും കൂടെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും. 1500 BC മുതൽ 1500 BC മുതൽ 600 BC വരെ. ഓക്കെ, 1500 BC മുതൽ 600 BC വരെയാണ് നമ്മുടെ വേദിക് പീരീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്തത് ഇങ്ങോട്ട് എഴുതാം. 600 BC മുതൽ 600 BC മുതൽ 200 AD വരെ, 200 AD വരെയാണ് എന്ത്, എപ്പിക് പീരീഡ്. ഓക്കെ, ഇനി നേരെ നമ്മൾ 200 BC AD മുതൽ 200 AD മുതൽ 1700 AD വരെ, 1700 AD വരെ ഏതാണ്, സൂത്ര പീരീഡാണ്. പിന്നെ ഇനി അടുത്തത് 1700 AD മുതൽ, അതായത് 17 ഇതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കോളസ്റ്റിക് പീരീഡ് എന്ന് പറയും. ഇപ്പോൾ ടെക്നോളജിക്കൽ വേൾഡാണ്, ടെക്നോളജിക്കൽ പീരീഡ് ഒക്കെയാണ്. പക്ഷേ ഇതാണ് ഒരു ഡിവിഷൻ. ഇതിനകത്ത് നോക്കി വേദിക് പീരീഡ് നമുക്കറിയാൻ വയ്യാത്ത കാലഘട്ടമാണ്. ഒരുപാട് കാലം മുമ്പ് 4 വേദങ്ങൾ, ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. The Vedas are developed on that time. And then when it comes to epic period, epic we know that
Mahabharata and Ramayana all are developed on, all are originated in epic period. That means 600 BC to 200 AD. Then Sutra. ഇപ്പോൾ മനസ്സിലായ സൂത്ര. See 200 AD to 1700 AD. That ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർത്തഡോക്സ് ഫിലോസഫീസ് ഇല്ലേ. So orthodox philosophies are originated in this period. Orthodox philosophies are originated in Sutra period, which is 200 AD to 1700 AD. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മഹാഭാരത ആൻഡ് രാമായണം. ഓക്കെ, ഇനി ഈ നോക്കിയേ, ഈ എപ്പിക് പീരീഡിലാണ് 100 സംഭവങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിസം, ജൈനിസം, വൈഷ്ണവ, ശൈവ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തതും എപ്പിക് പീരീഡിലാണ്. ഓക്കെ, സോ the periods are divided into 4: Vedic, Epic, Sutra, Scholastic. So in Vedic period 1500 BC to 600 BC, and Epic period 600 BC to 200 AD, and Sutra period 200 AD to 1700 AD, and Scholastic period then 1700 AD onwards Scholastic period starts. And epic period, Vedic period, we know that Rigveda, Samaveda, Yajurveda, Atharvaveda, all those kind of Vedas, and Upanishads also developed in Vedic period. And then comes to Epic. Epic, Mahabharata, Ramayana, like epics are developed. Since നമ്മൾ ഇവിടെ പറയുന്നത് Indian schools പറയുന്നതുകൊണ്ടാണ് Mahabharata, Ramayana only we are concerning with. And then Shaiva, Buddhism, Jainism, and Vaishnavas, that kind of isms or all those kind of things are developed during epic period. Then comes Sutra. Sutra, that orthodox philosophies are developed in Sutra period, that is 200 AD to 1700 AD. And then last comes Scholastic period. In this Scholastic period, നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ശങ്കരാചാര്യ. കറക്റ്റ്, ശങ്കരാചാര്യ. And this Shankaracharya's one kind of philosophy is there, that is Advaita Vedanta. This Advaita Vedanta philosophy is developed during Scholastic period. Okay. ഇനി ഇതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിക് പീരീഡ് ഏതാണെന്ന് എഡ്യൂക്കേഷൻ്റെ നെറ്റിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 600 BC to 200 AD. And the epic period, Mahabharata and Ramayana. Largest epic-ആണ് നമ്മുടെ മഹാഭാരത എന്ന് പറയുന്നത് അല്ലേ. സോ അത് ഡെവലപ്പ്. ഇനി അപ്പോൾ ഇനി അടുത്തൊരു പ്രാവശ്യം ചോദിക്കുന്ന സൂത്ര പീരീഡിൽ ഡെവലപ്പ് ചെയ്തതാണ് ഓർത്തഡോക്സ് ഫിലോസഫി. മേ ബി ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ വിച്ച് among them is originated during Sutra period or 200 AD to 1700 AD. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ആർ ഏബിൾ ടു റൈറ്റ്. ഏതെങ്കിലും ഒരു ഓർത്തഡോക്സ് ഫിലോസഫി ആയിരിക്കും തരുന്നത്. മേ ബി ഇങ്ങനെ തരും: ജൈനിസം, ബുദ്ധിസം, സാഖ്യ, പിന്നെ വന്നിട്ട് ശൈവിസം. അപ്പോൾ അങ്ങനെ തന്നാലോ? അപ്പം അങ്ങനെയൊക്കെയുള്ള തരുമോ? അതല്ലെങ്കിൽ ചർവാക, ജൈനിസം, ബുദ്ധിസം, പിന്നെ സാഖ്യ, അത് തന്നാൽ നമുക്ക് വേണമെങ്കിൽ അത് ഓഡ് വൺ ഔട്ട് എഴുതാൻ പറ്റും പെട്ടെന്ന്. കാരണം ഓർത്തഡോക്സ് ഫിലോസഫി, ഹെറ്ററോഡോക്സ് ഫിലോസഫി എന്ന് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ആ കൂടാതെ ഇങ്ങനെ തന്നാലോ, എന്താ പറയുക, മഹാഭാരത, രാമായണ അങ്ങനെ ഒരു സാധനവും ബുദ്ധിസവും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ ഓർത്തഡോക്സ് ഫിലോസഫിയിലെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ചേർത്ത് തന്നാൽ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. സോ ആ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത പീരീഡ് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് മഹാഭാരതമായിരിക്കും ഓഡ് വൺ ഔട്ട്, കാരണം അത് ഫിലോസഫിയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ ഈ OMR ആൻസർ ഷീറ്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ എപ്പിക് പീരീഡിൽ ഡെവലപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പിക് പീരീഡിൽ ഡെവലപ്പ് അല്ലാത്തത് ഏതെന്ന് പറഞ്ഞൊരു ചോദ്യം പോലെ വരാം. സോ അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ കിട്ടും. ഓക്കെ, ഇനി കുറച്ചുകൂടി ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അതും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഓർത്തഡോക്സ് ഫിലോസഫിയിലെ 2 ഫിലോസഫീസ്. ഓക്കെ,
കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഓർത്തഡോക്സ് ഫിലോസഫിയിലെ 2 ഫിലോസഫി, അത് സാഖ്യ. ഈ സാഖ്യ ഫിലോസഫിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഫിലോസഫിയാണ്, ഓൾഡസ്റ്റ് ഫിലോസഫിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരും, അതായത് ക്ലാസിക്കൽ ഫിലോസഫിയാണ്. which among them is classical philosophy എന്ന് പറയുന്ന ഓർത്തഡോക്സ് ഫിലോസഫി. ദെൻ അടുത്തൊരു സംഭവം വെച്ചാൽ ഈ സാഖ്യ ഫിലോസഫിയും അടുത്തൊരു ഫിലോസഫി ഉണ്ട്, വേദാന്ത. ഓക്കെ, ഈ സാഖ്യ ആൻഡ് വേദാന്ത ഫിലോസഫി ഇത് രണ്ടും ഉപനിഷത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. ഓക്കെ, സാഖ്യ ആൻഡ് വേദാന്ത ഫിലോസഫി ഇസ് ഒറിജിനേറ്റഡ് ഫ്രം ഉപനിഷത്ത്. നമ്മൾ വേദോപനിഷത്തും പറയില്ലേ. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാം, വേദത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലല്ല നമ്മൾ ഓർത്തഡോക്സ് ഫിലോസഫി പറയുന്നത്. വേദത്തിനെ സുപ്രീം അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഫിലോസഫിയിലെ ഓർത്തഡോക്സ് ഫിലോസഫി. ഇൻ ദാറ്റ് സാഖ്യ ആൻഡ് വേദാന്ത ഫിലോസഫി ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഉപനിഷത്ത്. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് സാഖ്യയ്ക്ക് വീണ്ടും പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾഡസ്റ്റ് ഫിലോസഫി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലാസിക്കൽ ഫിലോസഫി. പിന്നെ അതുപോലെ തന്നെ ഈ സാഖ്യ ഫിലോസഫീനെ നമ്മൾ റിയലിസ്റ്റിക്, നമ്മൾ ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം ഒക്കെ പഠിച്ചിട്ടുണ്ട് നേരത്തെ. സോ അതുപോലെ ഈ സാഖ്യ ഫിലോസഫീനെ റിയലിസ്റ്റിക് ഫിലോസഫി എന്നും കൂടാണ് പറയുന്നത്. സാഖ്യ ഫിലോസഫീനെ റിയലിസ്റ്റിക് ഫിലോസഫി എന്ന് പറയും. ആ സ്ഥാനത്ത് വേദാന്ത ഫിലോസഫീനെ ഐഡിയലിസ്റ്റിക് ഫിലോസഫിയാണ്. ഓക്കെ, സോ വേദാന്ത ഫിലോസഫീനെ ഐഡിയലിസ്റ്റിക് ഫിലോസഫി എന്നും പറയും. നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ. സോ ഞാൻ മൊത്തത്തിൽ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്തൊന്ന് ബ്രീഫ് ചെയ്യാം. ഫസ്റ്റ് ഓർത്തഡോക്സ് ഫിലോസഫിയിലെ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി 2, ഓർത്തഡോക്സ് ഫിലോസഫി, ഹെറ്ററോഡോക്സ് ഫിലോസഫി. ഈ ഓർത്തഡോക്സ് ഫിലോസഫീസ് ഏതൊക്കെയാണ്? 6 ഫിലോസഫി പറഞ്ഞു, അതിൻ്റെ ഫൗണ്ടേഴ്സ് പറഞ്ഞു. സോ അതിൽ നിന്ന് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇനി ഹെറ്ററോഡോക്സ് ഫിലോസഫി 3 ഉണ്ട്, അത് നമ്മൾ 3 ഫിലോസഫിയും എക്സ്പ്ലെയിൻ ചെയ്തില്ല, ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ഐഡിയ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഓരോ ഫിലോസഫീസും വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കേട്ടെ, ഇനി പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ പീരീഡ്സ്, വേദിക് പീരീഡ്, എപ്പിക് പീരീഡ്, പിന്നെ വരുന്ന പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സൂത്ര പീരീഡ്, ദെൻ കംസ് ലാസ്റ്റ് സ്കോളർഷിപ്പ് പീരീഡ്. ഇത് ഏതൊക്കെ പീരീഡാണ്, ആ പീരീഡ്സിലൊക്കെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ലിറ്ററേച്ചേഴ്സ് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഒരു ഡിസ്കഷനാണ്. സോ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് സാഖ്യം, അതുപോലെ തന്നെ വേദാന്ത എന്ന് പറഞ്ഞ 2 ഫിലോസഫി എടുത്തു. അതിൽ സാഖ്യം വേദാന്ത ഫിലോസഫി ഒറിജിനേറ്റ് ചെയ്ത ഉപനിഷത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ദെൻ ഓൾഡസ്റ്റ് ഫിലോസഫി ഏതാണെന്ന് ചോദിച്ചാൽ സാഖ്യ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലാസിക്കൽ ഫിലോസഫി. ആൻഡ് വേദാന്ത ഫിലോസഫി ഐഡിയലിസ്റ്റിക് വ്യൂവിൽ ഉള്ള ഫിലോസഫിയാണ്. സാഖ്യ ഫിലോസഫി ഈസ് എ റിയലിസ്റ്റിക് വ്യൂ. സോ ഓക്കെ, ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇതെല്ലാവരും എഴുതി ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എഡ്യൂക്കേഷൻ്റെ പഠിത്തം, അതായത് എഡ്യൂക്കേഷൻ്റെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇന്നു മുതൽ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ബേസ് ഓരോന്നോരോന്ന് പഠിച്ചു പോകാം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഒരു 2 hours 3 hours നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്താൽ മതി. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പേപ്പർ 1 നമുക്ക് ഓൾറെഡി ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് പേപ്പർ 1 കൂടുതൽ. പേപ്പർ 2ൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫിലോസഫി നമുക്കൊരു 5 ക്ലാസ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 10 hours, അതായത് 10 മണിക്കൂർ മെനക്കെട്ടിരുന്നു. ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ് ടു സ്റ്റഡി എഡ്യൂക്കേഷണൽ ഫിലോസഫി, ദെൻ 10 hours is enough. ചെയ്ത് പഠിച്ച് ബേസിക്സ് പഠിച്ചു പോയി കഴിഞ്ഞു. അപ്പോൾ തന്നെ ഈ ചോദിച്ചതിൽ തന്നെ നിങ്ങൾക്കൊരു ക്ലോസ് ടു ഒരു 10-15 ക്വസ്റ്റ്യൻ ടു 20 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10-20 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ ഈ ചാനൽ, എൻ്റെ ചാനൽ ആര്യാസ് ലേണിംഗ് അക്കാഡമി എന്നാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അത് ആക്സസ് ചെയ്യുക. എല്ലാവരും ചാനൽ കാണുക. അതുപോലെ തന്നെ
കമൻസ് അയയ്ക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻസ് അയയ്ക്കുക എനിക്ക്. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അറിയാം നമ്മുടെ ലോക്ക്ഡൗൺ പീരീഡ് ആകുന്നതുകൊണ്ട് നെറ്റിൻ്റെ എക്സാമും കുറച്ചും കൂടി പോസ്റ്റ്പോൺ ചെയ്യും. മേ ബി അതൊരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വി ആർ ഗെറ്റിംഗ് അനദർ 2 to 3 months ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനും പറ്റും. നമുക്ക് ഒന്നിച്ചു പഠിക്കാം. സോ വിൽ ബി ഏബിൾ ടു അച്ചീവ് ദി UGC നെറ്റ്, എസ്പെഷ്യലി എഡ്യൂക്കേഷനിൽ JRF എടുത്ത് നോക്കാൻ പറ്റും. സോ ബേസിക്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ യു ആർ ഏബിൾ ടു ആൻസർ ഓൾ ദ അതർ ക്വസ്റ്റ്യൻ. ഫിലോസഫി സൈക്കോളജി വോണ്ട് ബി എ ബിഗസ്റ്റ് ഇഷ്യൂ ഫോർ യു. സോ റിസർച്ചിൻ്റെ പാർട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പാർട്സ് അങ്ങനെയുള്ള വലിയ വലിയ സംഭവം വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. ഈ ഫിലോസഫിയിലായാലും സൈക്കോളജിയിലായാലും കുറേ ക്ലാസിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറൗണ്ട് 30-35 ക്വസ്റ്റ്യൻസ് നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വൺസ് അഗെയിൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു ഓൾ.